ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് സെമിസ്റ്റർ MBA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന പേപ്പറിലെ യൂണിറ്റ് 10ൻ്റെ കണ്ടിന്യൂഷനാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ജോബ് സെപ്പറേഷനാണ്. സോ ജോബ് സെപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ സർവീസസ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഓർഗനൈസേഷനിൽ എന്തെങ്കിലും റീസൺസ് വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ്. സോ ഇവിടെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലേബർ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും, റീപ്ലേസ്മെൻറ്റ് ഒരു അധികം പുവർ പെർഫോമൻസ് ഉള്ള ആളുകളെ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇന്നോവേഷൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ്. അതിൻ്റെ ടൈപ്പ് ഓഫ് എംപ്ലോയി സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻവോളണ്ടറി സെപ്പറേഷൻ ഉണ്ട്, വോളണ്ടറി സെപ്പറേഷൻ ഉണ്ട്. ഇൻവോളണ്ടറി എന്ന് പറയുമ്പോഴത്തേനും എംപ്ലോയീസിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ടെർമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ എംപ്ലോയി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വോളണ്ടറി എന്ന് പറയുമ്പോൾ സെപ്പറേഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ ദ എംപ്ലോയി ഡിസൈഡഡ് ഒരു പ്രൊഫഷണൽ റീസൺ കൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ അവസാനിപ്പിക്കുന്നതിനെയാണ് വോളണ്ടറി സെപ്പറേഷൻ എന്ന് പറയാം കേട്ടോ. ഇനി റിസൈനേഷൻ ഉണ്ട്. റിസൈനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോർമൽ ആക്ട് ഓഫ് ഗിവിങ് അപ്പ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഓഫീസ് പൊസിഷനിൽ നിന്ന് നമ്മൾ ക്വിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റെസിഗ്നേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ റിസൈൻ ചെയ്യുമ്പോൾ ഒരു ചിലപ്പോൾ കോമ്പൻസേഷൻ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഹൈ പൊസിഷന് വേണ്ടിയിട്ട് നമ്മൾ റിസൈൻ വെക്കുന്നുണ്ട്. ചാലഞ്ചിങ് റോളിന് വേണ്ടി കുറച്ചും കൂടി ഹൈ സാലറിക്ക് വേണ്ടിയിട്ടെല്ലാം നമ്മൾ റെസിഗ്നേഷൻസ് ഇടാറുണ്ട്. പിന്നെ റിട്ടയർമെൻറ്റ് ഉണ്ട്. റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് ഒരാളുടെ ഒരു ശരാശരി മനുഷ്യൻ്റെ ഒരു ആയുസ്, അല്ലെങ്കിൽ ഇത്രയും ഒരു വർഷം വർക്ക് ചെയ്തിട്ട് അവരെന്താണ് ഏജ് ഓഫ് സൂപ്പർനേഷൻ അല്ലെങ്കിൽ ഒരു പെൻഷൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ജോലി തന്നെ നമ്മൾ വേണ്ട എന്ന് വെക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത്. സോ ടൈപ്പ് ഓഫ് റിട്ടയർമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും അതിൽ കമ്പൽസറി റിട്ടയർമെൻറ്റ്സ് ഉണ്ട്, പ്രീമച്വർ റിട്ടയർമെൻറ്റ്സ് ഉണ്ട്, വോളണ്ടറി റിട്ടയർമെൻറ്റ്സ് ഉണ്ട്. VRS എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഹാൻഡ് ഷേക്കാണ്. മാനേജ്മെൻറ്റ് പ്രിഫർ ചെയ്യുന്ന ഒരു പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്താണ് സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത് സർപ്ലസ് ലേബേഴ്സിൻ്റെ റിട്ടേൺ ചെയ്തുകൊണ്ട് സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് VRS. ലേ ഓഫ് എന്ന് പറയുന്നത് ഒരു ഫെയിലിയർ അല്ലെങ്കിൽ നമ്മൾ റിഫ്യൂസൽ ചെയ്യുന്ന ഒരു എംപ്ലോയർ ടു ഗിവ് എംപ്ലോയ്മെൻറ്റ് ടു എനി നമ്പർ ഓഫ് വർക്ക്മെൻ. നമുക്കൊരു അക്കൗണ്ടിൻ്റെ ബേസ്, ഒരു ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ലേ ഓഫ് എന്ന് പറയുന്നത്. പിന്നെ റിട്ടാച്ച്മെൻറ്റ് ഉണ്ട്. റിട്ടാച്ച്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ഓഫ് സർപ്ലസ് ലേബർ ഓർ സ്റ്റാഫാണ്. നമ്മൾ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ലേ ഓഫ് കൊടുക്കുന്നതിനെയാണ് റിട്ടാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ നമുക്ക് റിട്ടയർമെൻറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു 1 month നോട്ടീസ് പീരീഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് റിട്ടയർമെൻറ്റ് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എംപ്ലോയീസിന് കറക്റ്റായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ, പെയ്ഡ് കോമ്പൻസേഷൻ നമ്മളൊരു 50 days ഓഫ് വേജ് കംപ്ലീറ്റഡ് ഇയേഴ്സിനെ ബേസ് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ നോട്ടീസ് ഷുഡ് ബി പ്രിസ്ക്രൈബ്ഡ് മാനർ, കറക്റ്റായിട്ടുള്ള ഒരു ഫോർമാറ്റിലായിരിക്കണം നോട്ടീസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നൊരു ടൈപ്പാണ് ഡിസ്മിസൽ. സോ ഇതിന് ടെർമിനേഷൻ എന്ന് പറയും. നമ്മുടെ ഓർഗനൈസേഷനിൽ കംപ്ലീറ്റ്ലി ആളെ പറഞ്ഞയക്കുന്നതിനെ പണിഷ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം, മിസ്കോണ്ടാക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം നമ്മൾ ഡിസ്മിസൽസ് കൊടുക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ആബ്സെൻറ്റീസംസ് എന്ന് വെച്ചാൽ കുറേ ആബ്സെൻറ്റീസ് ലീവ്സ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്മിസൽ കൊടുക്കാം. ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും മിസ്കോണ്ടാക്ട്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിൽസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്വാളിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്മിസൽ കൊടുക്കാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും ഈ ഒരു 10th ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. പ്രൊമോഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ എങ്ങനെയാണ്, ഡിമോഷൻ എങ്ങനെയാണ്, ജോബ് സെപ്പറേഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 10th ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്.